ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. മൊബൈൽ ഫോൺ ഉപയോഗം മനുഷ്യരെ സ്വാർത്ഥരാക്കുന്നുവെന്ന് ചെറുകഥാകൃത്ത് വൈശാഖൻ ഒറ്റപ്പാലത്ത് മുതുകാടിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ വീടിന്റെ താക്കോൽ കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൊബൈൽ ഫോണിന്റെ അമിതോപയോഗം വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നതെന്നും സ്നേഹവും അനുകമ്പയും അപ്രത്യക്ഷമാകുന്ന കാലഘട്ടത്തിൽ സഹഭാവത്തിന്റെ സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നൽകുന്നതെന്നും പ്രശസ്ത ചെറുകഥാകൃത്ത് വൈശാഖൻ. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ വീട്ടിലാരും സംസാരിക്കുന്നില്ല. മൊബൈൽ അടുത്ത് വെച്ചാൽ കുഞ്ഞ് ഉറങ്ങുള്ളൂ, അമ്മ വേണമെന്നില്ല. മൊബൈൽ അടുത്ത് വെച്ചാൽ 2 വയസ്സുള്ള കുഞ്ഞു പോലും ഉറങ്ങും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിവിടെ ഉള്ളത്. സ്നേഹം, ബഹുമാനം, ആദരവ്, അനുകമ്പ, സഹിഷ്ണുത, എത്ര വാക്കുകളെന്നറിയോ അപ്രത്യക്ഷമാകുന്നത്? ഇതൊന്നും ഇല്ല. അതൊന്നും ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം. അതാണ് പരമസത്യം. പക്ഷേ അതിനൊക്കെ എതിരായ ഒരു പ്രവൃത്തിയാണിത്. അതായത് ഇത് പകരുന്നത് എന്താണ്? ഇത് അനുതാപമല്ല, സഹഭാവമാണ്. എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ ദുഃഖം ഞാൻ അനുഭവിക്കുന്നത് എന്നാണ് ഈ കെട്ടിടം പറയുന്ന ഒരു വാചകം. അങ്ങനെ പറയുന്നു. ഒറ്റപ്പാലത്ത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലുള്ള ഡിഫറന്റ് ആർട്സ് സെന്റർ നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനും എന്റെ മൊബൈലും മാത്രം മതി എന്ന ചിന്താഗതി മനുഷ്യർക്കിടയിലെ പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും ഇല്ലാതാക്കിയെന്നും ലവ് ഈസ് ഗോഡ് എന്നാതാകണം നമ്മുടെ പുതിയ മുദ്രാവാക്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. ദൈവത്തെ ഈ അമ്പലങ്ങളിൽ നിന്നും ഈ കുന്നിൻ്റെ മുകളിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരൂ. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ സ്പർദ്ധ, അസൂയ, കോപം, പക ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ മനസ്സിൽ ദുഷ്ടവിചാരങ്ങളൊന്നും ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ ഇരിപ്പിടം അങ്ങനെയുള്ള മനസ്സുകളാണ്. ഗോഡ് ഈസ് ലവ് എന്ന വാചകം തെറ്റാണ്, അത് തിരിച്ചിടണം. ലവ് ഈസ് ഗോഡ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സന്തോഷം. നമസ്കാരം. ബറോഡ് സ്വദേശിയുടെ കേൾവി പരിമിതമായ മക്കൾക്കായി മാജിക് ഹോം എന്ന പേരിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ കൈമാറ്റ ചടങ്ങിൽ സംവിധായകൻ ലാൽ ജോസ്, ഗോപിനാഥ് മുതുകാട്, ജിജി തോംസൺ, മനോജ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CC.